നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ ശ്രീമതി ഈ ചടങ്ങിലെ നമ്മുടെ മുഖ്യ അതിഥി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിമായ ശ്രീ നാട്ടുകാരെ, രക്ഷിതാക്കളെ, കുഞ്ഞുമക്കളെ, പ്രിയപ്പെട്ടവരെ, വളരെ സ്കൂളിൻ്റെ പുറംകടക്കൽ വർഷങ്ങൾക്ക് മുൻപ് ഈ സ്കൂളിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ഉയർന്ന നിലയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഏറെ സന്തോഷത്തോടെ എല്ലാവരുമായി ചേർന്ന് സന്തോഷം പങ്കിടുന്നതിന് സ്കൂളിന്റെ അധികൃതരും ഉദയഗിരി ഗ്രാമപഞ്ചായത്തും പൗര സമൂഹവും ഒക്കെ ഇന്നലെ രാത്രി തന്നെ ഈ പ്രദേശത്തെത്തി അദ്ദേഹത്തിന്റെ അമ്മാവിന്റെ വസതിയിൽ താമസിച്ചു. അതിനുശേഷം അതിനുശേഷമാണ് നമ്മുടെ ഈ ചടങ്ങിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്ക് അതിയായ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം പിന്നീട് ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം നൽകിയതുപോലെ താപമാണ് നമ്മുടെ പഞ്ചായത്തിന്റെ പഞ്ചായത്തിലുള്ള അമ്മകളുടെ താമസമായി താമസമായി. അതിനുശേഷം അദ്ദേഹം അങ്കമാലിയിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പഠിച്ച് മുന്നോട്ട് പോയി. NSUIയുടെ ദേശീയ ഏറ്റവും മഹത്തായ ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകിയ യൂത്ത് ലീഗിന്റെ ചുമതലകളൊക്കെ അദ്ദേഹത്തെ ഏൽപ്പിച്ചാണ് ആ കാലങ്ങളിൽ അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നീട് കേരളത്തിലെ വിജയിച്ച് MLA ആയി 5 വർഷം പൂർത്തിയാക്കി. ഇപ്പോൾ 2ാം തവണ വീണ്ടും അങ്കമാലിയിലെ ജനങ്ങളുടെ വീണ്ടും MLA അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട MLA സജി ജോസഫാണ്. കഴിഞ്ഞ 5 വർഷം പിന്നീട് 2ാം തവണയും MLA എന്ന കേട്ടോ.
നമ്മുടെ നാടിൻ്റെ ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമുള്ള അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസിക്കപ്പെട്ടു. വളരെ ശക്തമായ പ്രവർത്തനമാണ് അദ്ദേഹം നിയമസഭയിൽ കാഴ്ചവെച്ചത്. എല്ലാവർക്കും അദ്ദേഹം ഒരു ആവേശമായിരുന്നു. നിയമസഭയിലേക്ക് അദ്ദേഹത്തിന് ശേഷമാണ് കഴിഞ്ഞ 2021 എനിക്ക് പോകാൻ സാധിച്ചത്. ഞാൻ നിയമസഭയിലെത്തുമ്പോഴും എൻ്റെ കൊച്ചു സഹോദരൻ, നമ്മുടെ നാട്ടുകാരൻ, നിയമസഭയിൽ അതിശക്തമായ പ്രകടനങ്ങളിലൂടെ മാസ്മരികമായ ഒരു നേതൃത്വ ഗുണം അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഞങ്ങൾക്കെല്ലാം അദ്ദേഹം ഒരു പ്രചോദനമായിരുന്നു. ഞങ്ങൾക്കെല്ലാം അദ്ദേഹം ഒരു പ്രോത്സാഹനമായിരുന്നു. ഇക്കുറി വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ഒരിക്കലും ആരോടും ചോദിച്ചിരുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ വകുപ്പാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. നമ്മെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ മന്ത്രിസ്ഥാനം തീർച്ചയായിട്ടും അദ്ദേഹം അത് അലങ്കാരമായി കാണാതെ നാടിനു വേണ്ടി, കേരളത്തിന് വേണ്ടി നമ്മുടെ കുട്ടികൾ വല്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഈ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച പഠനവും പഠന സൗകര്യവും ജോലിയുമെല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു നല്ലൊരു കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. ഓടിട്ട ഒറ്റനില ബിൽഡിംഗ് ആയിരുന്നു. രാജേഷൊക്കെ ഇവിടെ എൻ്റെ കൂടെ പഠിച്ച രാജേഷൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഒറ്റനില ഓടിട്ട ബിൽഡിംഗ് ആയിരുന്നു, പഴയ ബിൽഡിംഗ് ആയിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അന്ന് അതൊക്കെ വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ്. അന്ന് പൊതിച്ചോറുമായിട്ട് വരിക, ഉച്ചയ്ക്ക് ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ തോട്ടിൽ പോവുക, പിന്നെ അത്യാവശ്യം സ്കൂളിൽ ആ സമയത്ത് വിദ്യാർത്ഥികൾ നടത്തുന്ന എല്ലാ കലാപരിപാടികളും അത്യാവശ്യം കുസൃതിയും ഒക്കെയുള്ള ഒരു സാധാരണ വിദ്യാർത്ഥി തന്നെയായിരുന്നു. ഇവിടെ പക്ഷേ അന്നും നമ്മുടെ മനസ്സിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരണം എന്ന ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തെ സ്കൂളിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ പത്രം വായിക്കുകയും രാഷ്ട്രീയത്തോടും ഭരണ സംവിധാനത്തോടും ഒക്കെ താല്പര്യം തോന്നുകയും ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അങ്ങനെ കാരണം ഞാൻ പത്രം കിട്ടിയാൽ ഏറ്റവും ആദ്യം ഫ്രണ്ട് പേജിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളൊക്കെ വായിക്കും. പിന്നെ വായിക്കുന്നത് ബാക്കിലെ സ്പോർട്സ് പേജാണ്, സ്പോർട്സിനോടുള്ള താല്പര്യം കൊണ്ട്. ഇപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങളൊക്കെ വേൾഡ് കപ്പിനോട് നമുക്കല്ലെങ്കിൽ ഫുട്ബോളിനോടൊക്കെ താല്പര്യം തോന്നിയത് അന്ന് ടി വിയിൽ കണ്ടിട്ടല്ല, പത്രത്തിൽ വായിച്ചിട്ടാണ്. അന്ന് പത്രത്തിൽ വായിച്ച് നമുക്ക് ഇതൊക്കെ ഫോളോ ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങളുള്ളൂ. ഞങ്ങൾക്ക് വീട്ടിൽ കറണ്ട് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെങ്ങാണ്ടാണ്, 8ലോ 9ലോ പഠിക്കുന്ന സമയത്താണ് വീട്ടിൽ കറണ്ട് കിട്ടിയിട്ടുള്ളൂ. അതിനു മുമ്പ് ഞങ്ങൾക്കൊക്കെ ഈ മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയും ഒക്കെ ആയിരുന്നു ആശ്രയം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും രാഷ്ട്രീയത്തോടും ഒക്കെ താല്പര്യം തോന്നി. പിന്നീട് ഞാൻ 10ാം ക്ലാസ് പഠനത്തിന് ശേഷമാണ് ഉന്നത വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി പഠിക്കുവാനായിട്ട് എറണാകുളത്തേക്ക് പോയത്. ഇവിടെ നേരത്തെ സംസാരിച്ച 1-2 പേര് ജനപ്രതിനിധികളൊക്കെ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണ്. കാരണം താബോർ മലയിൽ നിന്നും ഒരു കോളേജിൽ പോകണമെങ്കിൽ ഒന്നെങ്കിൽ തളിപ്പറമ്പിലാണ് ഒരു കോളേജുള്ളൂ, അല്ലെങ്കിൽ പയ്യന്നൂർ കോളേജാണ് അന്ന് ആകെ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ 2 സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ബസ് തിരുമേനി വരെ അല്ല, ഇവിടെ ഉദയഗിരി വരെ അന്ന് ബസ്സുള്ളൂ. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ തിരുമേനി വരെ ബസ്സുള്ളൂ. താളിപ്പാറയ്ക്കും താബോറിനും ഒന്നും അന്ന് ബസ് സർവീസ് ഉണ്ടായിരുന്നില്ല. അപ്പം നടന്ന് ഉദയഗിരി വരിക, ഇവിടെ നിന്ന് പിന്നെ ബസ് കയറി പോകണം. അങ്ങനെയൊക്കെ ദിവസേന പോയി വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വീട്ടുകാർ വലിയ പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും നന്നായിട്ട് പഠിച്ചോട്ടെ എന്ന ലക്ഷ്യത്തോടു കൂടി എറണാകുളത്തേക്ക് യാത്ര പറഞ്ഞു വിടുന്നതും അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് 5 വർഷം ഞാൻ എറണാകുളത്ത് തേവര കോളേജിൽ നന്ദിയോടെ ഓർക്കുന്നു. എനിക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് സൂചിപ്പിക്കാനുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ നന്നായി പഠിച്ചാൽ ജീവിതത്തിൽ നമ്മളൊരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഞാൻ ആദ്യത്തെ സമയത്ത് ടീച്ചറോട് പറഞ്ഞു, ഒരു കാര്യം ഓർമ്മിച്ചു. എന്നോട് സ്കൂളിൽ വെച്ച് ക്ലാസ്സിലായിട്ട് ദിവസം നമ്മൾ പരിചയപ്പെടുന്ന ഒരു പരിപാടിയുണ്ടല്ലോ, ക്ലാസ് തുടങ്ങുന്ന സമയത്ത് 21-ാം തീയതി. അപ്പോൾ പേര് പറയും, നാട് പറയും, എന്താണ് ലക്ഷ്യം? എൻ്റെ അടുത്ത് എന്താണ് ലക്ഷ്യം എന്ന് ചോദിച്ചു. ഞാൻ അന്ന് ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഭാഗമായി പ്രധാനമന്ത്രിയായിട്ടാണുള്ളത്. എന്തായാലും അത് നമുക്ക് ഓരോ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ആ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുവാനായിട്ട്
നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞാൽ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യങ്ങളിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ നാട് കൂടുതൽ വളർച്ച കൈവരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് South Bay, Mino Nike, Rita